ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. നിന്റെ നായകൻ വരുന്നതുവരെ രാജാവിന്റെ ചരിത്രം ഞാൻ പറയാം. ഇന്ദ്രനേക്കാൾ ഭാഗ്യവാൻ സുന്ദരൻ ബ്രഹ്മപുരത്തിൽ ജനിച്ചവനുമായ ശ്രീ പരമശിവന്റെ വാസസ്ഥലമായ കൈലാസപർവ്വതത്തിലെടുത്ത് അഷ്ടകങ്ങളെ ജയിച്ചവൻ, പരമശിവൻ സമ്മാനിച്ച ചന്ദ്രകാസമെന്ന വാൾ ധരിച്ചവൻ. ഈ ഗുണങ്ങളുള്ള അദ്ദേഹം തനിക്ക് യോജിച്ചത് പെണ്ണിനെ കിട്ടുവാൻ ആശിച്ചിരിക്കുകയാണ്. 10 തലകളിലും നവരത്നങ്ങളായ കിരീടങ്ങളെ ധരിച്ചവൻ. 20 തോടുകൊണ്ടുള്ള അവനെ കണ്ടാൽ ഏത് സ്ത്രീയും മടങ്ങിപ്പോകും. രാവണൻ എന്ന ആ രാജാവ് വസിക്കുന്ന ലങ്കയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിന്നെ കാണുന്ന സമയത്തിൽ രാവണനെ യോജിച്ച ഒരു സ്ത്രീയാവും. ദേവന്മാരെ പോയി മത്സരിപ്പിക്കുന്ന രാവണനായ എന്റെ പരാജയം നീ ഒരു പെണ്ണായ കൊണ്ട് വിടവിടുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഭക്ഷിക്കുമായിരുന്നു. നിന്നെ എടുത്തുകൊണ്ട് പോകണം. സീത പതിവ്രത പിൻകാലത്ത് പോകട്ടെ. അവിടെ ഈ പതിവ്രതാഗി ഒരു യോജന ഭൂമിയോടുകൂടി കുത്തിപ്പുഴക്കി വെള്ളത്തിലോട്ട് കൊണ്ടുപോകാം. വനത്തിൽ നോക്കുന്ന സമയത്ത് കാട്ടുമൃഗങ്ങളിലെ കാണുന്നത് സീതാദേവിക്ക് ഭയം വരും. ഈ വനത്തിലെ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുവാൻ വില്ല് വളച്ച് വിൽത്തുനി കേൾപ്പിക്കാം. വിവാഹം മംഗളം